നീ പെങ്കൊച്ചിന്റെ ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് നോക്കി. അഞ്ജലി കൊള്ളാലോ. എടാ നീ ഇവക്കൊരു മെസ്സേജ് അതിനെന്ത് ഇപ്പൊ തന്നെ അയക്കാലോ. നിന്റെ ഫോണിൽ നിന്നല്ലടാ എന്റെ ഫോണിൽ നിന്ന്. നിന്റെ ഫോണിൽ നിന്ന് നിനക്ക് അയച്ചാ പോരെ. എടാ എനിക്കൊന്നും വലിയ ശീലമില്ല. നീ ആവുമ്പോ ഞാനാണെങ്കി എടാ നിന്റെ വിചാരം എന്താ എല്ലാ പെമ്പിള്ളേരും എന്റെ പോക്കല്ലാന്നാ? അതല്ലടാ നിനക്കാവുമ്പോ പെമ്പിള്ളേർ ഇംപ്രസ് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ അറിയാലേ. നീ ജസ്റ്റ് ഒരു ചൂണ്ടിട്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു. കൈ നനയാണ്ട് മീൻ പിടിക്കാം അല്ലേ? എക്സാക്ട്ലി. കൂട്ടുകാരനായി പോയല്ലേ, ചെയ്തുതരാം. ഹലോ എടാ മറ്റേ കേസ് ഉണ്ടായി. എടാ അവളുടെ ഫാമിലിയൊക്കെ ഇച്ചിരി ശോകമാണ്. അച്ഛൻ ഏതോ പെണ്ണിന്റെ ഒക്കെ ഒപ്പം ഒളിച്ചോടി പോയതാ. പിന്നെ അമ്മ ഇപ്പൊ ഇതേ ഡൈവോഴ്സ് ആയിട്ട് നിൽക്കണ്. എടാ ഞാൻ അവളുടെ ഫാമിലി ഒന്നും കണ്ടല്ലോടാ ഇഷ്ടപ്പെട്ടത്, അവളെ കണ്ടല്ലേ. എടാ അവൾക്ക് വേറെ റിലേഷൻ ഒക്കെ ഉണ്ടാ. നീ വേറെ ആരെങ്കിലും പിടിക്കും, ഇത് വിട്. എടാ വിടല്ലേ അവള് ചിലപ്പോ ബ്രേക്കപ്പ് ആവുമല്ലോ. നീ അപ്പ എന്നെ വിളിച്ച് അറിയിച്ചാൽ മതി. എന്തായാലും ഫോളോ അപ്പ് കളയല്ലോ കേട്ടോ. ഹലോ ഇവിടെ എന്താ അഞ്ജലി ബ്രേക്കപ്പ് ആയാ? ഞാൻ അത് പറയാനല്ലേ വിളിച്ചത്. അടുത്ത മാസം 15-ാം തീയതി എന്റെ കല്യാണമാണ്. കല്യാണോ? നീ എന്ത് കല്യാണം നോക്കുന്നതായിരുന്നു എന്നോട് പറഞ്ഞില്ല? അത് വളരെ പെട്ടെന്നായി പോയി. ആരാടാ പെണ്ണ്? നീ അറിയും, അഞ്ജലി. അഞ്ജലിയോ? അവളെ നീ വളച്ചോ? അല്ല അഞ്ജലി അല്ല, അവളുടെ അമ്മ. അഞ്ജലിയുടെ അമ്മയാ? ഇതെങ്ങനെ? എടാ അവളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അവളുടെ അമ്മയായിരുന്നു. ഞങ്ങളാണ് ഈ ചാറ്റ് ചെയ്ത് മുട്ടം പ്രേമത്തിലുമായി. എടാ തെണ്ടി, ഇനി അതിനെ അച്ഛാന്ന് വിളിക്കേണ്ടി വരുമല്ലോടാ. ചിലപ്പോ വേണ്ടി വരും. മോളെ കെട്ടിച്ചേരണടാ അച്ഛാ.